നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മേഡം, ഏണി മെമ്പർ പദ്ധതിയിൽ ഹരീഷ് ഈറ്റേഡേ എന്നൊരു കമ്പനിയെ തിരികെ കയറ്റിയിട്ടുണ്ടെന്നും അത് സർക്കാരിന്റെ കരിമ്പട്ടിയിൽ പെട്ടതായതുകൊണ്ട് ഫയൽ അപ്രൂവ് ചെയ്യാൻ പറ്റില്ലെന്നുമാണ് ഞാൻ പറയാൻ ശ്രമിച്ചത്. മേഡം, ഞാൻ സംസാരിക്കാൻ സമ്മതിച്ചില്ല. അതെങ്ങനെയാ സജി? ഹരീഷ് പുറത്തുനിന്നുള്ള ആളല്ലേ? പദ്ധതിയിൽ ആരെ ഉൾപ്പെടുത്തണമെന്ന് തീരുമാനിക്കുന്നത് നമ്മൾ ഉദ്യോഗസ്ഥരല്ലേ? ജനങ്ങൾ കൂടി ചേർന്ന് നടപ്പാക്കുന്നല്ലേ മേഡം പറഞ്ഞത്. അവരത് മുതലാക്കുകയായിരുന്നു. ഭക്ഷണം സ്പോൺസർ ചെയ്യുന്നതിനെ പറ്റി കൂടി ആലോചിച്ചിടും മേഡം. അതിന്റെ ആവശ്യം എന്താ? ഉച്ചക്കഞ്ഞി വിതരണം ഉണ്ടല്ലോ സ്കൂളിൽ. ഹേയ്, വെയിറ്റ്. തർക്കം നിങ്ങളുടെ കമ്മിറ്റിക്കുള്ളിലായിരിക്കും. ഹരീഷും സരോജ മെമ്പറും വിക്ടറും സുധാകരനും ഒക്കെ ചേർന്നുള്ള ഒരു കോർ കമ്മിറ്റി. ആ കമ്മിറ്റിയാണ് പദ്ധതി ഇനി നടപ്പാക്കേണ്ടത്. ഹരീഷിനെ കമ്മിറ്റിയിൽ വെച്ചിരിക്കുന്നത് രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധി എന്ന നിലയിലാണ്. അവരെ നമ്മൾ പരിഗണിക്കണമല്ലോ. മേഡം പറഞ്ഞ ഒറ്റ വാക്കിൽ പിടിച്ച് പിന്നെ ഹരീഷ് എനിക്ക് സ്വൈര്യം തന്നിട്ടില്ല. ഈറ്റയുടെ കമ്പനിയുടെ കാര്യം പറഞ്ഞ് പുറകെ നടക്കുകയായിരുന്നു. പക്ഷേ ഏണിംഗ് മെമ്പർ പദ്ധതിയുടെ ഫയലിൽ ഒപ്പിട്ട് കൊടുക്കാൻ നിങ്ങൾ കൈക്കൂലി ചോദിച്ചെന്നാണല്ലോ ഹരീഷ് പറഞ്ഞത്. അതൊക്കെ നുണയായിരുന്നു മേഡം. യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഈ പദ്ധതിയിൽ ജില്ലാ ഭരണകൂടത്തിന് ഒരു കാര്യസ്ഥന്റെ റോൾ മാത്രമേ ഉള്ളൂ എന്നല്ലേ കളക്ടർ മേഡം പറഞ്ഞത്. അപ്പോ പുറത്തുനിന്നുള്ളവരുടെ പങ്കാളിത്തം ആകാമല്ലോ എന്ന് കരുതി ആളെ കൊല്ലുന്ന കമ്പനിയെ കൊണ്ട് ഭക്ഷണം വിളമ്പിക്കാൻ പറ്റുമോ കാര്യസ്ഥന്? സാറിന്റെ സംശയങ്ങളൊക്കെ ശരി തന്നെയാ. പക്ഷേ ഇപ്പോ തൽക്കാലം ഒന്ന് കണ്ണടക്കി സാറിന് വേണ്ടത് തടയും. ഹരീഷേ, ഞാൻ ഹരിചന്ദ്രനാണെന്നും പറയുന്നില്ല. പക്ഷേ പാവപ്പെട്ട കുഞ്ഞുങ്ങളുടെ കഞ്ഞിയിൽ വിഷം കലക്കുന്ന പോലുള്ള കാര്യങ്ങൾക്കൊന്നും കൂട്ടുനിൽക്കാൻ പറ്റില്ല. ശാലിനി മേഡം കളക്ടറായി വന്നതിന് ശേഷം എനിക്കും കുറച്ചൊക്കെ കണ്ണു തുറന്നു. മേഡം എന്നോട് ചോദിച്ചു ഞങ്ങൾ തമ്മിൽ കൈക്കൂലിയുടെ കാര്യം സംസാരിച്ചതെന്ന് ഞാൻ പറഞ്ഞത് സത്യമാണ്. അതിനുശേഷം മാഡം എന്നെ ഒരു വാക്ക് സംസാരിക്കാൻ അനുവദിച്ചില്ല. മാഡം, നമ്മളെല്ലാവരും ഹരീഷ് പെടുത്തുകയായിരുന്നു. ആ വരാന്തയിൽ നിൽക്കുന്ന കടപ്പുറംകാരോടും കോളനിക്കാരോടും ഒക്കെ പറഞ്ഞേക്ക് ഏണിംഗ് മെമ്പർ പ്രോജക്ടിന്റെ ഫയല് സാർ ഒപ്പിടില്ലെന്ന്. എനിക്ക് അവരെയൊന്നും ബോധിപ്പിക്കേണ്ട കാര്യമില്ല. ശാലിനി മേഡമാണ് എന്റെ ബോസ്. എന്താ ഹരീഷ് സാറേ കാര്യം? അത് നടക്കത്തില്ല മെമ്പറെ. ശാലിനി മേഡം ഒന്ന് ഉറപ്പ് പറഞ്ഞതാണല്ലോ. പതിവ് കാര്യം തന്നെയാ. ഡെപ്യൂട്ടി കളക്ടറും സർക്കാർ ഉദ്യോഗസ്ഥൻ തന്നെയാണല്ലോ. അയാൾക്ക് കൈമടക്ക് വേണമെന്ന്. സജി സാറ് ഇതുവരെ ഫയല് സൈൻ ചെയ്തിട്ടില്ല മാഡം. കാരണം എന്താ? അയാൾക്ക് കൈക്കൂലി വേണമെന്ന്. അതുകൊണ്ട് ഇപ്പൊ പറയണം സജി. 1-ാം തീയതി തന്നെ അത് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയി. പിന്നെ എന്തിനാ സജി നിങ്ങൾ ഈ പാവങ്ങളുടെ പിച്ചപാത്രത്തിൽ നിന്ന് കൈയിട്ട് വരാൻ കൈക്കൂലി ചോദിച്ചത്? ഞാൻ കൈക്കൂലി ചോദിച്ചെന്നോ? ഇതിപ്പോ നമ്മൾ ശരിക്കും പെട്ടു മാഡം. മീഡിയ ഏറ്റെടുത്ത സ്ഥിതിക്ക് രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല. നമ്മളല്ല പെട്ടത്, ഞാൻ. അവര് കെണി വെച്ചത് എനിക്കാണ് പല്ലവി. അവൻ ഹരീഷ് മുന്നിൽ നിന്നത് അവനാണെങ്കിലും പിന്നിൽ മറ്റൊരാളുണ്ട്. ബാലചന്ദ്രൻ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.